ഖിയാമത്ത് നാളിന് സത്യവിശ്വാസികൾ ഭൂമിയിൽ സാക്ഷികളല്ല. അൽഹംദുലില്ലാ. നമ്മളെ അള്ളാഹു അതോ ഈമാൻ കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനത്തിന് തുടക്കം കുറിക്കുന്ന ആ സമയത്ത് ഒരു കാറ്റിനെ അയക്കുന്നതാണ്. ആ കാറ്റ് യമനിൻ്റെ ഭാഗത്തു നിന്നോ മറ്റോ ആണ് ആ കാറ്റ് വരുന്നത്. ആ കാറ്റ് സത്യവിശ്വാസികളായ ആളുകളെ മുഴുവൻ മരിപ്പിച്ച് കളയും. ആ കാറ്റ് തട്ടുന്ന സത്യവിശ്വാസികളൊക്കെ മരിച്ചു വീഴും. ഒരു മുസ്ലിം അല്ലാത്തൊരാളും തൊട്ടടുത്ത് നിന്നാൽ പോലും ഈ കാറ്റ് തട്ടുന്ന മുസ്ലിം മരിച്ചു പോകും. എന്നാൽ ആ കാറ്റ് തട്ടിയ അമുസ്ലിം മരിക്കില്ല. മുസ്ലിമീങ്ങൾ മുഴുവൻ മരിച്ച് ലോകത്ത് സത്യനിഷേധികൾ മാത്രമുണ്ടാകുമ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. ഈമാൻ കൊണ്ട് ഖിയാമത്ത് നാളിനെ അങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതിനു പുറമെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും ഒരു ആശങ്കയുമില്ല. ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബറു, ആ വമ്പിച്ച ദിവസം അവരെ ഒരു നിലക്കും സങ്കടപ്പെടുത്തുകയില്ല. വതതലഖാഹുമുൽ മലായിക, കൂട്ടം കൂട്ടമായി മലക്കുകൾ അവരെ വെൽക്കം ചെയ്യാനുണ്ടാകും. മലക്കുകൾ ഇങ്ങനെ സ്വാഗതം ചെയ്യാനുണ്ടാവും. പിന്നെ ഇതിനാ പേടിക്കുന്നത്? അള്ളാഹു ഏൽപ്പിച്ച വളണ്ടിയർമാരാണ് ആ മഹ്ശറിൽ. അള്ളാഹു ഏൽപ്പിച്ച ആളുകളാണ് മഹ്ശറിൽ. വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ, സഫ് സഫായി മലക്കുകളാണ്. അവർ സ്വാഗതം ചെയ്യുന്നതാണ്. എന്നിട്ട് പറയും, ഹാദാ യൗമുക്കുമുല്ലദീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണെന്ന്, ഇത് ഖിയാമത്ത് നാളാണ്, പേടിക്കണ്ട എന്ന് പറയും. ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ കാഫിറുകൾക്ക് ആ ദിവസത്തെ ഒരു നിലക്കും തടയാൻ കഴിയില്ല. അന്ന് രക്ഷയില്ല. അതിൻ്റെ എല്ലാ പേടിയും ഭയാനകതയും അവർ ആ കുഞ്ഞു ഹൃദയം കൊണ്ട് താങ്ങേണ്ടി വരും. അള്ളാഹു നാമേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സമാഉ മുൻഫത്തിറുൻ ബിഹി കാന വഅദുഹു മഫ്ഊല ഇന്ന ഹാദിഹി തദ്കിറ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്ന ഹാദിഹി, തീർച്ചയായും ഇത്, തദ്കിറത്തുൻ, ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. ഫമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഷാ യശാഉ മശീഅ, ഫമൻ ഷാ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, തൻ്റെ റബ്ബിലേക്ക് ഒരു വഴി സ്വീകരിച്ചോട്ടെ. ഇത്തഖദ യത്തഖിദു ഇത്തിഹാദൻ, ഫമൻ ഷാ ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അള്ളാഹുവിലേക്കൊരു വഴി തിരഞ്ഞെടുത്തോളൂ. ഇതൊരു ഉത്ബോധനമാണ്, ഇതൊരു ഓർമ്മപ്പെടുത്തൽ. അള്ളാഹുവിൻ്റെ ബാധ്യത അള്ളാഹു നിർവഹിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ അവരുടെ ബാധ്യതയും നിർവഹിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തൻ്റെ ബാധ്യത നിർവഹിച്ചു. പ്രവാചകന്മാർ അവരുടെ ബാധ്യതകൾ നിർവഹിച്ചു. എല്ലാ ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടായിക്കഴിഞ്ഞു. എല്ലാ നിലക്കും അതിൻ്റെ ഭയാനകതകൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിലേക്കൊരു വഴി സ്വീകരിച്ചോളൂ.